അത് ഞാനൊരു കാപ്പി ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നേ. അപ്പോ നീ തന്നെ വന്ന് എല്ലാവർക്കും കാപ്പി എടുക്കാൻ പറഞ്ഞില്ലേ? ശരിയാ, ഞാനും ഒരു കാപ്പി കുടിച്ചാലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. ഒരു ചെറിയ കോഫിക്ക് എന്തിനാ ഇത്രയും വലിയ എക്സൈറ്റ്മെന്റ്? അല്ല, കോഫി എന്ന് വെച്ചാ അതും ഒരു ഇമോഷൻ അല്ലേ, അതുകൊണ്ടാ. എടുത്തോ അമ്മേ. അച്ഛാ, മേഘനെ, കോഫി വളരെ നന്നായിട്ടുണ്ട്. മോളെ മേഘനെ, നീതനും ഒരു കാപ്പി ഉണ്ടായിക്കൊണ്ട് കൊടുക്ക. ഇപ്പൊ കൊടുക്ക അച്ഛമ്മേ. ഇന്നലെ വരെ മേഘനയെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു ആന്റിക്ക്. ഇന്ന് എന്താ ഒരു സ്നേഹം. മേഘന ഇപ്പൊ നിലത്തൊന്നുമല്ല. സഞ്ജനയുടെ കാര്യത്തിൽ സഹായിച്ചതിന് ആന്റി മെൽറ്റായതാണോ? ഐ കാൺട്ട് ബെയർ ദിസ്. മിഥുനേട്ടാ, മിഥുനേട്ടാ, മിഥുനേട്ടാ എഴുന്നേക്ക്. എന്താ വേഗന? കോഫി തണുത്തു പോകും, കുടിക്കാൻ നോക്കത്. ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. അപ്പോഴേക്ക് ഈ കോഫി വല്ലാണ്ട് തണുത്തു പോകും മിഥുനേട്ടാ. പിന്നെ നീ തന്നെ കുടിച്ചോ. മിഥുനേട്ടന്റെ കോഫി ഞാൻ എങ്ങനെയാ കുടിക്കുന്നേ? മിഥുനേട്ടാ, ഒന്ന് എഴുന്നേറ്റ് വാ മിഥുനേട്ടാ. ഇവിടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചൂട്. അയ്യോ മിഥുനേട്ടാ, സോറി സോറി മിഥുനേട്ടാ. കാലത്ത് ബെഡ് കോഫി കൊടുക്കുന്നതേ ആൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴാ. അല്ലാതെ കാപ്പി കൊണ്ടൊന്നും ഇങ്ങനെ തലയക്കട ഒഴിച്ചല്ല എണിപ്പിക്കണ്ടേ. ഏട്ടനല്ലേ അത് ശ്രദ്ധിക്കാതെ തട്ടിയിട്ടത്, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ? ഞാൻ നോക്കിയില്ല, ശരി. പക്ഷെ നീ ഉണ്ടക്കണ്ടും വെച്ച് നോക്കി നിൽക്കായിരുന്നില്ലേ? നിനക്ക് ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കായിരുന്നല്ലോ. മാറി എന്ന് വെച്ചാ ഡോറിന് പുറത്തു നിന്നോട് കോഫി തരണമെന്നാണോ? പാവല്ലേ എന്ന് കരുതി കോഫിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഞാൻ ചെയ്ത് തെറ്റ്. നീ കോഫി കൊണ്ടുവന്നല്ല തെറ്റ്, ആ ചൂട് കാപ്പി എന്റെ തലക്കട ഒഴിച്ചതാ. ഞാൻ കൊണ്ടുവന്നതും അത് വാങ്ങിച്ച് കുടിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ അത് മേത്തോട്ട് വീഴുമായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ, ബെഡ് മൊത്തം കോഫിയായി. ഇനി ഇതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണ്ടേ? തമ്പുരാട്ടിയുടെ പ്രസംഗം കഴിഞ്ഞാവോ? എനിക്കൊന്ന് പോയി കുളിക്കാനാ. അതിന് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മിഥുനേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അടുക്കളയിൽ ചെന്ന് വീണ്ടും ഒരു കോഫി എടുത്തോണ്ട് വരാം. താങ്ക് യു. കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ മിഥുനേട്ടന് തെറ്റ് ചെയ്ത് സമ്മതിക്കാൻ അറിയില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റണം. ഹലോ, ആണോ? ഞാനിത് ഇപ്പോഴേ വരാ. പണിക്കിറങ്ങുന്നേ. മേഘന മാഡം ബോധം തെളിഞ്ഞാലുടനെ വിളിച്ച് പറയാനല്ലേ പറഞ്ഞിരുന്നേ, അതുകൊണ്ടാ അപ്പൊ തന്നെ ഞങ്ങൾ ഫോൺ ചെയ്തേ. പണിക്കിറങ്ങുന്നേ, അന്ന് ബോധം കെട്ടുകിടക്കുന്ന അങ്ങയെ കണ്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിതൊക്കെ ഒരു സ്വപ്നാണെന്ന് തോന്നുന്നേ. ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പണിക്കിറങ്ങുന്നതിന് അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആ റൗഡികളൊക്കെ ആരായിരുന്നു? അവരെന്തിനാ അങ്ങുന്നിനെ ഉപദ്രവിച്ചത്? ആരാ പണിക്കിറങ്ങുന്നതിനെ കിഡ്നാപ്പ് ചെയ്തേ? മഞ്ജരി. മഞ്ജരിയോ? അതേ മോളെ, മിഥുന്റെ ജാതകത്തിലെ ഖണ്ഡത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അതിനുശേഷം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാക്കിയതും അവളാ. അവിടെ നിന്നെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയായിരുന്നു. ആരാ ചെയ്തതെന്നോ എന്തിനു വേണ്ടി ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ അവിടെയുള്ള ഒരാള്. ഹലോ മാഡം, ഈ പണിക്കർക്ക് ഒട്ടും വയ്യാതിരിക്കുക. അയാൾ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞ ചെലപ്പോ കിളവന്റെ ജീവൻ വരെ പോവും.
അതുകൊണ്ട് നാളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞതും വീണ്ടും കൊണ്ടുപോയി അതേ ഇടത്ത് കെട്ടിയിട്ടേക്ക്. ഡാ മഞ്ചരി മേടാക്കളവനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. മഞ്ചരിയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്നറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പണിക്കരങ്ങുന്നതിനോട് ഇത്രയും വലിയ ക്രൂരത അവള് കാണിച്ചെന്നോ? എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? പണിക്കരങ്ങുന്നിനെ കിഡ്നാപ്പ് ചെയ്ത് അവൾക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ? ഒരുപക്ഷെ അവള് കാരണം മിഥുന് കണ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഖണ്ഡങ്ങളുടെ പ്രധാന കാരണം നിങ്ങളുടെ മകൻ താലി കെട്ടിയ ഭാര്യ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു പണിക്കർ അദ്ദേഹം എന്റെ മകന് മാർക്കണ്ഡേയ ദോഷമുണ്ടെന്നും അവന്റെ ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുമെന്നും അവന്റെ ജാതകത്തോട് പൊരുത്തമുള്ള അപൂർവ ജാതകക്കാരിയായ മേഘനെ കൊണ്ട് അവനെ കെട്ടിച്ചാൽ മാത്രമേ നിവാരണം ഉണ്ടാവൂന്ന് പറഞ്ഞു. നിങ്ങളെ പോലുള്ള സമ്പന്നരുടെ അടുത്ത് നിന്നും കാശടിച്ചു മാറ്റാൻ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആൾ ദൈവങ്ങൾ ദിനം പ്രതി ഓരോ സ്ഥലത്തും മുളച്ചു വരുന്നുണ്ട്. ആ സ്വാമിജിയിൽ നിന്നാണ് യഥാർത്ഥ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഈയിടെയായിട്ടമ്മ പുതിയൊരു സ്വാമിജി പറയുന്നതാണല്ലോ കണ്ണടച്ച് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്. അയാള് സത്യത്തിൽ യഥാർത്ഥ സ്വാമിജി അല്ല, ഒരു കള്ളസ്വാമിയാ. നല്ലവരാരാണെന്നും ചീത്ത ആളുകൾ ആരാണെന്നും മനസ്സിലാക്കാനുള്ള അറിവൊന്നും നിനക്ക് ചിലപ്പോ ഇല്ലായിരിക്കാം. പക്ഷെ എനിക്ക് ആ തിരിച്ചറിവുണ്ട്. മോം, what happened? മിഥുൻ, എന്തുപറ്റി? നിന്നോടൊപ്പം ടർക്കിയിലേക്ക് നീ മേഘനയെ കൂട്ടാൻ പാടില്ല മിഥുൻ. ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു വെപ്രാളം? ചോദ്യങ്ങളൊന്നും തന്നെ വേണ്ട. മിഥുനോടും മേഘനയോടും ഒപ്പം മഞ്ജരിയും കൂടി ടർക്കിയിലേക്ക് പോണം. ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നത്. പണിക്കരങ്ങുന്നേ, മഞ്ചരി അങ്ങുന്നിനെ തടവിലാക്കി ഒരു കള്ള സ്വാമിജിയെ സെറ്റപ്പ് ചെയ്ത് ഞാൻ കാരണമാണ് മിഥുനേട്ടന് അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് വരുത്തി തീർത്തു. അതുകൊണ്ടാണ് മിഥുനേട്ടന്റെ അമ്മ ഏട്ടന്റെ ജീവിതത്തിൽ നിന്നും എന്നെ അകറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പണിക്കരങ്ങുന്ന സത്യം തുറന്നു പറഞ്ഞ അവളുടെ കളികളൊന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് പണിക്കരങ്ങുന്നിനെ അവളെ പിടിച്ചുകൊണ്ട് പോയത്. മഞ്ചരി ചെയ്തത് ഒരു ചെറിയ തെറ്റൊന്നുമല്ല. കള്ളം പറഞ്ഞു മിഥുനേട്ടന്റെ ജീവിതം വെച്ചാണ് അവള് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ അനുവദിച്ചു കൊടുത്തുകൂടാ. പണിക്കരങ്ങുന്ന് വന്ന് അമ്മയോട് സത്യങ്ങളെല്ലാം പറയണം. അല്ലെങ്കിൽ മിഥുനേട്ടന്റെ അമ്മ മഞ്ചരി പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ. എന്നെയും മിഥുനേട്ടനെയും തമ്മിൽ അകറ്റാൻ നോക്കും. ഞാൻ വരാം മോളെ, എല്ലാം തുറന്നു പറയാം. മിഥുന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, നീ മിഥുനുമൊത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ വരും മോളെ. അരുണിമയെ കണ്ട് സത്യം തുറന്നു പറയും. അയ്യോ പണിക്കരങ്ങുന്നേ, ഡോക്ടർ ഒന്ന് നോക്കിക്ക് എന്താ പറ്റിയെന്ന്. പണിക്കരങ്ങുന്നേ. വീണ്ടും അദ്ദേഹത്തിന്റെ ബോധം പോയി മാഡം. നെർവസ് സിസ്റ്റം വളരെ വീക്കാണ്. സ്ട്രെസ് ഫീൽ ചെയ്തപ്പോഴേക്കും ബോധം പോയി. അദ്ദേഹം മയങ്ങിപ്പോയി. ഇനി എപ്പോഴാ ഡോക്ടറെ ബോധം തെളിയാ? അതൊന്നും പറയാൻ പറ്റില്ല. ചില ഇഞ്ചക്ഷൻസ് വാങ്ങാനുണ്ട്. അതൊക്കെ കൊടുത്ത ശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് നോക്കിയിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. ആയിക്കോട്ടെ ഡോക്ടറെ, എത്ര രൂപയാലും കുഴപ്പമില്ല. ഭാർഗവ പണിക്കർക്ക് എത്രയും വേഗം ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഇദ്ദേഹം കണ്ണു തുറന്നാലേ ചില സത്യങ്ങൾ പുറത്തു വരൂ. പ്ലീസ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. യാ പഴയ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഞങ്ങളുടെ കല്യാണത്തിന് ഒരു റീയൂണിയൻ പാർട്ടി നടത്തണം. യാ ഐ ആം ഓൾസോ വെയിറ്റിംഗ്. ജസ്റ്റ് എ സെക്, ഐ കോൾ യു ലേറ്റർ. എന്താ നീ അങ്ങനെ നോക്കുന്നേ? പൂച്ചയെ പോലെ വന്ന് ഞാൻ എന്താ പറയുന്നതെന്ന് കേൾക്കുമായിരുന്നു അല്ലേ? എത്ര വട്ടം പറഞ്ഞാലും മാനേഴ്സ് ഇല്ലാത്ത ഈ സ്വഭാവം നീ നിർത്തില്ലേ? എന്റെ കരണത്തടിക്കുന്നോ? നിന്നെ അടിച്ചാ പോരാ, വലിച്ചു കീറണം. നീ ഒരു മനുഷ്യ സ്ത്രീയാണോ മഞ്ജരി? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്രമാത്രം തരം താഴ്ന്നു. നീ ഇത്രയും വലിയൊരു ക്രിമിനൽ ആണോ? ഏയ് മേഘ്നെ, എന്തൊക്കെയാ പറയുന്നേ?
എന്നെ ക്രിമിനൽ കളിക്കുന്നോ? പണിക്കരങ്ങുന്നെ കിഡ്നാപ്പ് ചെയ്തത് നീയല്ലേ? അദ്ദേഹത്തെ ഒരിടത്ത് തളച്ചിട്ട് മിഥുനേട്ടന്റെ ജീവിതം വെച്ച് അമ്മാനോടി കളിക്കുന്നോ? അപ്പൊ പിന്നെ നിന്നെ ക്രിമിനൽ എന്നല്ലാതെ വേറെന്താ വിളിക്കാ? ഞാൻ ഭാർഗവ പണിക്കരെ കിഡ്നാപ്പ് ചെയ്തെന്നോ? പോടി എവിടെന്ന്? എനിക്കറിയാം സത്യം അത്. ഇനി നിന്റെ അഭിനയം വേണ്ട മഞ്ജരി, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു. അത് മാത്രമല്ല, ഭാർഗവ പണിക്കർ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം. നിന്റെ കുതന്ത്രങ്ങളുടെ പരിണിത ഫലം അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കാം. ഈ വീട്ടിലെ സ്ഥിതികൾ ഇത്രയും മോശമാവാനും കാരണം നീ മാത്രമാണ്. മിണ്ടാതെ നിൽക്കുന്നു കരുതി വായെ തോന്നിയത് എന്തും വിളിച്ചു പറയരുതേ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇതിനി തെളിവ് വേണോ നിനക്ക്? മിഥുനേട്ടനിൽ നിന്നും എന്നെ അകറ്റാൻ വേണ്ടി കള്ളസ്വാമിയെ സെറ്റപ്പ് ചെയ്തത് ആരായിരുന്നു? ഏട്ടന്റെ അടുത്ത് ഞാനുണ്ടെങ്കിൽ ഖണ്ഡമാണെന്നുള്ള പേടി അമ്മയുടെ മനസ്സിൽ ഉദിപ്പിച്ചത് നീയല്ലേ? ഏട്ടന്റെ മാർഗണ്ഡേയ ദോഷം പൂർണ്ണമായി മാറുന്നത് വരെ ഞാൻ ഒരുത്തിയല്ലാതെ മിഥുനേട്ടന്റെ അടുത്ത് ആര് നിന്നാലും അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ അവിടുന്ന് മാറ്റി നിർത്തി എന്റെ സ്ഥാനത്ത് കയറിയിരിക്കാൻ നടത്തിയ കുതന്ത്രങ്ങളല്ലേ ഇതെല്ലാം? അതായത് മിഥുനേട്ടന്റെ ജീവനേക്കാളും നിനക്ക് നിന്റെ ലക്ഷ്യമാണ് വലുത്. നീ ഏട്ടനെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ ഏട്ടൻ ഇങ്ങനൊരു അപകടത്തിലേക്ക് വിടാൻ ശ്രമിക്കില്ലായിരുന്നു. പകരം ഏട്ടന് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ വരെ തയ്യാറാവുമായിരുന്നു. മൈ ഗോഡ്, മേഘന എല്ലാ സത്യങ്ങളും അറിഞ്ഞു തോന്നുന്നല്ലോ. അപ്പോ ആ ഭാർഗവ പണിക്കര് മേഘനയുടെ അടുത്തുണ്ടെന്ന് അർത്ഥം. നീ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് കാലെ പിടിച്ച് വലിച്ചു കീറാ വേണ്ടത്. പണിക്കരുടെ ആരോഗ്യം ഒരു അല്പം മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നേനെ. സത്യം ഒരുപാട് നാളൊന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഭാർഗവ പണിക്കരുടെ ബോധം തെളിയും. നിന്റെ തനി സ്വരൂപം പുറത്തേക്ക് വരികയും ചെയ്യും. നീ കാത്തിരുന്നോടി. അപ്പൊ മിഥുനേട്ടന്റെ അമ്മ തന്നെ നിന്നെ ഇവിടെ നാട്ടി പുറത്താക്കിക്കോളും. കാത്തിരുന്നു. അതൊരിക്കലും നടക്കില്ല മേഘനെ. നീ സത്യം പുറത്തു പറയും മുമ്പ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ശാശ്വതമായി ആട്ടി പായിച്ചിരിക്കും. വാട്ടെവർ, നീ ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനും ഒന്നും ഒളിക്കുന്നില്ല കേട്ടോ. ശരിയാണ്, മിഥുനെ എന്റെ കൈവശപ്പെടുത്താൻ വേണ്ടി ഞാനാണിതെല്ലാം ചെയ്തത്. ഇതുവരെ എത്തിച്ച് എനിക്ക് നിന്നെ പുറത്താക്കുന്നതാണോ വലിയ കാര്യം? ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം. നിന്നെ മിഥുനിൽ നിന്ന് മാത്രമല്ല, ഈ വീടിന്റെ പരിസരത്തുനിന്ന് പോലും അകറ്റി നിർത്തി ഞാൻ ആരാണെന്ന് തെളിയിച്ചു തരാം. അത് വെറും പകൽക്കിനാവാ. നിന്റെ കുതന്ത്രങ്ങൾക്ക് മിഥുനേട്ടനെ ഞാൻ ബലി തരില്ല. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മിഥുനേട്ടനിൽ നിന്നും നിന്നെ അകറ്റി എന്റെ മാത്രം സ്വന്തമാക്കും. ഏട്ടന്റെ ഭാര്യയായി ഈ വീട്ടിൽ എന്റെ സ്ഥാനം ഞാൻ നിലനിർത്തിയെടുക്കും. നീയാണിപ്പോ പകൽക്കിനാവ് കാണുന്നത്. മിഥുൻ പ്രണയിക്കുന്നത് എന്നെന്നും എന്നെ മാത്രം. അവൻ എന്റെ കൂടെ അല്ലാണ്ട് നിന്റെ കൂടെ ലൈഫ് ഷെയർ ചെയ്യില്ല. പിന്നെ അരുണിമാന്റെ കാര്യം, വൺസ് നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം നിന്നെ ഈ വീട്ടിൽ ഒരു ക്ഷണം പോലും അവര് നിർത്തില്ല. കറങ്ങി തിരിഞ്ഞു നോക്കിയ സിറ്റുവേഷൻസ് എനിക്കാണല്ലോ ഫേവർ ആയിരിക്കുന്നത്. അവസ്ഥകൾ എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല മഞ്ജരി. ഇന്ന് നിനക്കുള്ള ദിവസമാണെങ്കിൽ നാളെ എനിക്കൊരു ദിവസം ഉണ്ടായിരിക്കും. അന്ന് നിനക്ക് നിലയുറപ്പിക്കാനാവില്ല. എന്റെ പ്രണയം ഒരിക്കലും തോറ്റുപോവില്ല. സ്വാർത്ഥതയോട് കൂടെയുള്ള പ്രണയം ഒരിക്കലും വിജയിക്കില്ല. ഞങ്ങളുടെ ബന്ധം വിധിയുടെ നിർണയമാ. ആ വിധി തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കും. ആഹാ, ലെറ്റ്സ് സീ. വിജയിക്കുന്നത് എന്റെ പ്രണയമാണോ നിന്റെ വിധിയാണോന്ന്? എങ്കിൽ കാണാം. മഞ്ജരി, അല്ല, എന്തോ പൊരിഞ്ഞ ആർഗ്യുമെന്റ് നടക്കാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല മിഥുനേട്ടാ. ഒരു കാര്യത്തിന്റെ പേരിൽ മഞ്ജരി വല്ലാത്ത ഓവർ കോൺഫിഡൻസിലിരിക്കാം.
അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കുറച്ചൊന്ന് കുറയ്ക്കാൻ പറയായിരുന്നു. ഓവർ കോൺഫിഡൻസോ? അതേത് കാര്യത്തിലെ മഞ്ജരി? ഒരു പുതിയ പ്രോജക്റ്റിന്റെ കാര്യമായിരുന്നു മിഥുൻ. എന്നാലും ഏതൊരു കാര്യമാണെങ്കിലും അത്ര പെട്ടെന്ന് ഞാൻ ഗിവപ്പ് ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. നിങ്ങൾ പെണ്ണുങ്ങളുടെ വർത്താനമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് നിങ്ങൾക്കിടയിൽ സ്ഥിരമുള്ളതല്ലേ. അതിരിക്കട്ടെ മേഘനെ, കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് നിന്നെ തപ്പുമായിരുന്നു. എവിടെ പോയിരിക്കായിരുന്നു? ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു മിഥുനേട്ടാ. എന്നാലും എന്നെ കുറച്ചു നേരം ഒന്ന് കാണാതായപ്പോഴേക്കും ഏട്ടൻ അത്രയ്ക്ക് അങ്ങ് പേടിച്ചോ? ഇങ്ങനെ പേടിച്ചതുകൊണ്ടല്ലേ കാലത്ത് കാപ്പിക്കപ്പ് മറിഞ്ഞത്. ഇവളെന്താ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നത്? ഞാൻ അവളെ എവിടെ പോയതാണെന്നല്ലേ ചോദിച്ചേ. അതിനവള് കാപ്പി മറിഞ്ഞ കാര്യം പറയും. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചേ? അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തിനാ അവളെയും തപ്പി നടന്നത്? പറ. അവളെ കാണേണ്ടി ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായോ? കമ്മോൺ മഞ്ജരി, നമ്മുടെ ആ ഗവൺമെന്റ് ടെൻഡർ ഫയലിന്റെ കാര്യങ്ങളൊക്കെ അവളെ ആയിരുന്നല്ലോ ഞാൻ ഏൽപ്പിച്ചത്. അത് ചോദിക്കാൻ വേണ്ടിയാ. അത് ഞാനും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്നോട് ചോദിച്ചാ പോരെ? ഓക്കെ ഓക്കെ, അത് തന്നെ, അത് ചോദിക്കാൻ വേണ്ടി വന്നത്. ശരി, ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇവർക്കിടയിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇനി അതെന്തായിരിക്കും? ചാരു, ചാരു, ചാരു. I am really very happy, ചാരു. ഞാനിപ്പോ പട്ടം പോലെ പറക്കാണ്. വിവേക്, എന്താ ഇത്? എന്താ ചെയ്യുന്നേ? എന്നെ ഇറക്കി വിട്, ഇറക്കി വിട്. ഞാൻ എന്റെ സന്തോഷം ആസ്വദിച്ചോട്ടെ. വിട് വിവേക്, വിട്. എന്നെ താഴെ ഇറക്കി വിടാം. പൊട്ടനാണോ നീ? നടു റോട്ടില് ഇങ്ങനെ ആരെങ്കിലും പെണ്ണിനെ എടുക്കുവോ? സോറി സോറി, സന്തോഷത്തില് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയില. എന്നാലും പരിസര ബോധമില്ലാണ്ട് പെരുമാറുക. വല്ലവരും കണ്ട എന്താന്നാ പറയാ? ഞാൻ പറഞ്ഞില്ലേ ചാരു, ഐ ആം സോ എക്സൈറ്റഡ് ചാരു. ഇത്രയും നാള് സന്തോഷിന്റെയും സഞ്ജനയുടെയും കല്യാണം കഴിഞ്ഞാലുടൻ എന്റെ ശൈലജയുടെയും കല്യാണം നടത്താൻ വേണ്ടി എല്ലാരും കാത്തിരിക്കല്ലായിരുന്നു. അവരുടെ ആ തീരുമാനം കാരണം നിന്നെയും മറക്കാനാവാണ്ട് ഞാൻ എരുതിയിൽ കിടന്ന് പൊളയായിരുന്നു. സന്തോഷ് ഫ്രോഡാണെന്ന് മനസ്സിലായതോടെ സഞ്ജനയുമായിട്ടുള്ള കല്യാണം മുടങ്ങി. അപ്പോ എനിക്കും നിനക്കും ഇടയിൽ നിന്ന് ഷൈലുവും ഒഴിഞ്ഞു പോവും. ഇറ്റ്സ് ഓൾ ക്ലിയർ. ഇത് എത്ര വലിയ ന്യൂസാ ചാരു? നിനക്ക് വലിയ ന്യൂസ് ആയിരിക്കാം, ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊന്നുമല്ല. നിനക്കും എനിക്ക് ലൈൻ ക്ലിയർ ആവുന്ന എങ്ങനെയാ? അങ്ങനെയൊന്നും കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കിടയിൽ കമ്മിറ്റ്മെന്റ് ഇല്ലെന്നോ? നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരല്ലേ ചാരു? മതിയൊരു നിർത്ത പ്രസംഗം. ദേ വിവേക്, ഇതുകൊണ്ടാ ഞാൻ നിന്നോട് മിണ്ടാത്തത്. എല്ലാ കാര്യങ്ങളും നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഡിസൈഡ് ചെയ്താൽ മതിയോ? ഒരു കോമൺ സെൻസും ഇല്ലാത്ത മനുഷ്യൻ. നീ നിന്റെ ഇഷ്ടത്തിനൊത്ത് പെരുമാറുമ്പോ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താ? നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ നീ ഇത്രയും സീരിയസ് ആവുന്നേ? നമ്മുടെ പ്രണയത്തിനിടയിൽ ഉണ്ടായിരുന്ന തടസ്സം മാറിയതിന്റെ എക്സൈറ്റ്മെന്റ് നിന്റെ വാക്കുകൾ കാരണം ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ദേ വീണ്ടും അതിനെ പറഞ്ഞോണ്ട് വരുന്നു. ഇവിടെ പ്രേമയും പുഷ്പയൊന്നുമില്ല. അത് വേറെ എവിടെയെങ്കിലും ചെന്ന് പറ. വേണ്ടാത്ത ഒന്നും മനസ്സിൽ ചിന്തിച്ചു കൂട്ടണ്ട. ചാരു, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? നിന്റെ മനസ്സ് തൊട്ട് പറ, ഈ വിവേകിനെ നീ പ്രേമിക്കുന്നില്ലെന്ന്. കുറെ നേരായിട്ട് ഞാൻ അതന്നെയല്ലേ പറയുന്നേ. വിവേക്, ഞാൻ നിന്നെ പ്രേമിക്കുന്നില്ല. നിനക്കും എന്നോട് ഒരു പ്രേമവും ഇല്ല. അത് വെറും തോന്നല് മാത്രമാ. അപ്പൊ നീ എന്റെ പ്രേമത്തെ സംശയിക്കുന്നു? നീ എന്റെ ജീവനാടി പെണ്ണെ, അത് നിനക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞുകൂടാ. എനിക്കാകെ ഒരു കാര്യം മാത്രമേ അറിയൂ. നിന്റെ ഈ തൊലിഞ്ഞ പ്രേമം സത്യമല്ല. അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞേക്കാം, നീ വിചാരിക്കുന്ന പോലെ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. ഇനി എന്റെ പുറകെ ഓരോന്നും പറഞ്ഞോണ്ട് വരരുത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതിന് കടന്നുള്ള ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോ. ചാരു, ഈ ചാരുവിന്റെ തലയ്ക്ക് പിരിയിളകിയെന്ന് തോന്നുന്നേ. എന്റെ പ്രേമം വെറും തോന്നലാന്നോ? അവൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലാത്ര.
കല്ലു വെച്ച നുണയല്ലേ ഈ പെണ്ണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയേ? ഇന്ന് മുതൽ ഒരു നിമിഷം പോലും മിഥുനിൽ നിന്ന് അകലാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ആ മേഘന അവിടെ വലയം വിരിച്ച് കാത്തിരിക്കുക. ഇല്ല, ആ വലയിൽ ഇവനെ വീഴ്ത്തില്ല. ഇവനോട് ഒത്തിരി സ്നേഹത്തോടെ അടുത്തിടപഴകി അവക്കിട്ടൊരു കൊത്തു കൊടുക്കാം. മിഥുൻ, ദേ ഇതല്ലേ നീ ചോദിച്ച ഫയൽ? നീ ഒന്ന് ചെക്ക് ചെയ്തേ. മഞ്ജരി വിദ്യാഭ്യാസം ഉള്ളവളല്ലേ, ബുദ്ധിക്ക് യാതൊരു കുറവുമില്ല. അതിന്റെ കൂടെ കുറച്ച് സംസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വാട്ട് യു മീൻ? ഇതൊരു വീടാണ്, ഇത് ബെഡ്റൂമും. വല്ലവന്റെയും ബെഡ്റൂമിൽ നുഴഞ്ഞു കയറി തൊട്ട് ഒരുമയുള്ള ഈ പ്രകൃതത്തിന് വേറെ വല്ല പേരും പറയേണ്ടി വരും. ഞാൻ മിഥുന് ഓഫീസ് ഫയൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഓഫീസിൽ വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഹാളിലിരുന്നോ ഗാർഡൻ ഏരിയയിൽ വെച്ചോ കാണിക്കാലോ. ഇങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിലല്ല. സ്റ്റോപ്പ് ഇറ്റ് മേഘനെ. ഇവളിവിടെ വന്നിരുന്നത് ഇത്ര വലിയ കാര്യമാണോ? ഈ ഓഫീസ് ഫയൽ കാണിക്കാനാണെന്ന് പറഞ്ഞല്ലോ. മഞ്ജരി ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാ. ഈ വീട്ടിൽ ഏത് റൂമിൽ കയറാനുള്ള റൈറ്റ്സ് അവൾക്കുണ്ട്. അതിന്റെ പേരിൽ നീ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? അവൾക്ക് ഈ വീട്ടിൽ എല്ലാ റൈറ്റ്സും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ വീട്ടിലെ മരുമകളായി എനിക്കും ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പേഴ്സണൽ റൂമിലേക്ക് ആരും കയറാൻ പാടില്ല. ഈ റൂം നിനക്ക് പേഴ്സണൽ ആയിരിക്കും, പക്ഷെ മിഥുൻ നിന്നെക്കാളും മുമ്പ് എനിക്ക് പേഴ്സണലാ. ഇനിയും തുറന്നു പറയണമെങ്കിൽ ഹി ഈസ് മൈ പേഴ്സൺ. അദ്ദേഹം നിന്റെ ആളാ, നിന്റെ സ്വന്തമാണെന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു അവകാശം വേണ്ടേ മഞ്ജരി? അത് ശരി, അതിന് നിനക്കെന്താ അവകാശമുള്ളേ? ഇതാണ് എന്റെ അവകാശം. ഓഫ് കോഴ്സ്, നിനക്ക് പറയാനായിട്ട് ഈ ഒരു ചോയ്സേ ഉള്ളൂ. അതും ഇനി എത്ര നാളേക്ക്? ഡിവോഴ്സ് വരെയല്ലേ ഉള്ളൂ. എത്ര ദിവസം എത്ര കാലം എന്നുള്ളതല്ല പ്രധാനം, എന്റെ സ്ഥാനം എന്താണെന്നുള്ളതാണ് പ്രധാനം. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് മേഘനെ. ദിസ് ഈസ് ടു മച്ച്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഞങ്ങളുടെ വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നില്ലേ? അതിനിടയ്ക്ക് വേണ്ടാത്ത വഴക്കുമായിട്ട് കയറി വന്നത് നീ തന്നെയല്ലേ? നീ അടുക്കള ചെന്ന് വല്ല പണിയുണ്ടോ നോക്ക്. ഡോണ്ട് ഇന്റർഫിയർ ഇൻ ദിസ് മാറ്റർ. മഞ്ജരി, വി ജസ്റ്റ് കണ്ടിന്യൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ അവളുടെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിക്കുന്നോ? മിഥുനേട്ടന് എങ്ങനെയാ എന്റെ വിഷമൊന്നും മനസ്സിലാക്കി കൊടുക്ക? മേഘനെ, മേഘനെ, എന്തു പറ്റി? മേഘനെ, എഴുന്നേക്ക്. എഴുന്നേക്ക്. ഏയ്. നീ അകത്തേക്കോ? Are you fine? Are you okay? വാ, അകത്ത് വന്നിരിക്കും. വാ, പതുക്കെ അങ്ങോട്ട് നടക്ക്. എവിടെ ഇരിക്കെ? ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലുതാക്കി നിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നോണ്ടാ ഇങ്ങനെ ഓരോന്നൊക്കെ സംഭവിക്കുന്നേ. ഇപ്പം നിനക്ക് തന്നെയല്ലേ വേദനിച്ചേ? മേഘനെ, മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ നോക്ക്. എന്നാലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും അത് പ്രതിഫലിക്കൂ. എന്തെങ്കിലും പറഞ്ഞാൽ മുഖം വെറുപ്പിച്ചിരുന്നോളൂ.